നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരതിനെ ഇരുകൈ നീട്ടിയാണ് രാജ്യം സ്വീകരിച്ചത്. നമ്മുടെ നാടിന്റെ വികസന കുതിപ്പിനൊപ്പം തന്നെ വന്ദേ ഭാരതും വലിയൊരു ഭാഗമായിക്കൊണ്ട് മുന്നേറുകയാണ്. പക്ഷെ എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കൊണ്ടും പ്രവർത്തനം കൊണ്ടും വന്ദേ ഭാരതിനെ ചെറിയ രീതിയിലൊക്കെ ചീത്തപ്പേര് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴിത് അത്തരത്തിലൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ പഴകിയ ഭക്ഷണം ലഭിച്ചതായി ദൃശ്യങ്ങൾ സഹിതം യാത്രക്കാരൻ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് റെയിൽവേ അധികൃതർ തന്നെ. വന്ദേ ഭാരതിലെ മോശം ഭക്ഷണത്തെക്കുറിച്ച് യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള യാത്രക്കിടെയാണ് ഈ ഒരു സംഭവം നടന്നത്. യാത്രക്കാർക്കായി കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പഴകിയ ഭക്ഷണമാണെന്ന് ബോധ്യപ്പെട്ടത്. ഭക്ഷണം കൊണ്ടുവന്ന ട്രേ സഹിതം എടുത്തുകൊണ്ടുപോകാൻ യാത്രക്കാരൻ ആവശ്യപ്പെടുന്നതും ദൃശ്യത്തിലുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും ഇന്ത്യൻ റെയിൽവേയും മറ്റുദ്യോഗസ്ഥരെയും ടാഗ് ചെയ്താണ് മോശം ഭക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത്. എക്സിൽ ആകാശ് കേസരി എന്നയാളാണ് വീഡിയോ പങ്കുവച്ചത്. ട്രെയിനിനുള്ളിൽ വിളമ്പിയ ഭക്ഷണം പഴകിയതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. യാത്രക്കാർ തീവണ്ടി ജീവനക്കാരോട് ഭക്ഷണ ട്രേകൾ എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്നതും മറ്റൊന്ന് ടിൻ ഫോയിലിൽ വിളമ്പുന്ന ഭക്ഷണത്തിന് ദൃശ്യങ്ങളും കാണിച്ചു. എനിക്ക് ലഭിച്ച ഭക്ഷണം ദുർഗന്ധം നിറഞ്ഞതും മോശവും നിലവാരമില്ലാത്തതുമാണ്. എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണത്തിനായി ഈടാക്കിയ തുക തിരികെ നൽകണം. ഇത്തരം ഭക്ഷണ വിതരണക്കാർ വന്ദേ ഭാരതിന്റെ പേര് മോശമാക്കും, യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു. ഇതിന് താഴെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. മറ്റ് ട്രെയിനുകളിൽ മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്നും കോച്ചുകളിൽ വൃത്തിയില്ലെന്നും യാത്രക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന യാത്രക്കാരനാണ് ദുരനുഭവം പങ്കുവച്ചത്. വിളമ്പിയ ഭക്ഷണം ദുർഗന്ധം വമിക്കുന്നതും വൃത്തികെട്ടതുമാണെന്നും ദയവ് ചെയ്ത് മുഴുവൻ പണവും തിരികെ തരണമെന്നും കാറ്ററിംഗുകാർ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പേര് നശിപ്പിക്കുകയാണെന്നും യാത്രക്കാരൻ കുറിച്ചു. നിരവധി പേരാണ് പോസ്റ്റ് പങ്കുവച്ചത്. പരാതി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും റെയിൽവേ ഉറപ്പു നൽകി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും PNR മൊബൈൽ നമ്പർ വിവരങ്ങളും കൈമാറണമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. KSRTC മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി. തങ്ങൾക്കുണ്ടായ മോശം അനുഭവത്തിൽ മാപ്പ് ചോദിക്കുന്നു. വിഷയത്തെ ഗൗരവമായാണ് കാണുന്നത്. ഈ സേവനം നൽകിയ ആളിൽ നിന്ന് പിഴ ഈടാക്കും. കർശന നടപടി സ്വീകരിക്കും. ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ നിരീക്ഷണങ്ങൾ ശക്തമാക്കുമെന്നും IRCTC പ്രതികരിച്ചിട്ടുണ്ട്. ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. നിരവധി പേരാണ് റെയിൽവേയുടെ ഭക്ഷണത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. രാജധാനിയിലും ഇത് തന്നെയാണ് അവസ്ഥയെന്നും ചിലർ കമന്റിൽ പറഞ്ഞു. ട്രെയിനുകളിൽ ശുചീകരണ പ്രവർത്തനം നടക്കുന്നില്ലെന്നും യാത്രക്കാരിൽ ചിലർ കമന്റ് ചെയ്തു. ഏതായാലും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയാകുന്നത്.